ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു കോക്കനട്ട് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ നമ്മൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർക്കുക. പിന്നെ ഒരു കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവറൊന്നും ഇങ്ങനെ കട്ട പിടിക്കാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ പുഡിംഗ് ആക്കണമെന്ന് നോക്കാം. ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ടേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് സിമ്മിലിട്ടൊന്ന് കുറുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. അപ്പോൾ ഇളക്കി ഇത് ഈ ഒരു കുറുകിയ പരുവമാകുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് വേറൊരു ബൗളിലോട്ടേക്ക് ഇത് മാറ്റാം. ഇങ്ങനെ വിട്ട് പോരണ വിധത്തിലായിട്ട് ആവണം കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഞാനിപ്പോൾ ചില്ല് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് പാത്രമുള്ള വെച്ചാലും അതിൽ ഒഴിച്ചോളൂ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് ചൂട് ആറിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കണത്. അപ്പോൾ എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എത്ര ക്രീമി ആയിട്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.